യുദ്ധം കാരണം 1-2 നോമ്പ് തുറ മിസ്സായതിൻ്റെ സങ്കടം മാറിയത് ഈ സൽക്കാരത്തിന് പോയപ്പോഴാട്ടോ. ഇന്ന് ഫ്രൈഡേ ആണ്, ഇവിടെ ഓഫാണ്. അപ്പോൾ സിസ്റ്റർലോൻ്റെ ഫാമിലിയിൽ ഒരു സൽക്കാരം ഉണ്ടായിരുന്നു. എല്ലാ ഗസ്റ്റുകളും എത്തി. ലാസ്റ്റാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ നേരെ ചെന്ന് ഫുഡാണ്ട് കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അവരെ വീടിൻ്റെ പുറത്തത്തെ വ്യൂ ആണ് ഇട്ടത്. നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പൂന്തോട്ടവും പച്ചക്കറികളും ലവ് ബേർഡ്സും അതുപോലെ മുയൽ അങ്ങനെയൊക്കെ ഒരുപാട് നല്ല ആംബിയൻസ് ആയിരുന്നു അവരെ വീട്ടിൻ്റെ അകത്തും പുറത്തും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി മാൾ ഓഫ് ഖത്തർക്ക് പോവുകയാണ്. നട്ടുച്ച സമയമായതുകൊണ്ട് തന്നെ മാളിൻ്റെ അകത്തും പുറത്തൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ മുമ്പ് തന്നെ സ്ഥലം കിട്ടി. അസ്ർ നിസ്കാരത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോയി. അതിൻ്റെ ശേഷം ഞങ്ങളിങ്ങനെ അവിടെയുള്ള ഓരോ ഷോപ്പിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി. അപ്പോൾ താത്ത സെലക്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ മക്കളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ എടുക്കുമായിരുന്നു കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ് ഈ മാളിൻ്റെ ഉള്ളിൽ. നല്ല ഗ്രീനറി ആയിട്ട് ഒരുപാട് ചെടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഈവനിങ്ങിൽ എന്തൊക്കെ ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം മക്കളും കൊണ്ട് ഡോണറ്റ്സൊക്കെ കഴിച്ചു. ഞങ്ങളും ചെറുതായിട്ട് സ്നാക്സൊക്കെ കഴിച്ചു. അതിൻ്റെ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. അങ്ങനെ മടങ്ങിപ്പോകുന്നു. പിന്നെ ഞങ്ങൾ ഡിന്നറൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി ഡിന്നറൊക്കെ കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുതേ.